ചാവന്റെ പോലെ ഇരുന്ന് കൊടുക്കാം. നല്ല സന്തോഷല്ലേ? കുറച്ച് ടീമാണ് ഇതിങ്ങനെ ഉണ്ടോ മനുഷ്യരെന്ന് ഞാൻ ആലോചിക്കുക. ഇതെല്ലാം ഓസിന് കിട്ടിയതല്ലേ? അണ്ണൻ നാളെ തൊട്ട് ഞാനും വീഡിയോ എനിക്ക് ഇതൊക്കെ ഓസിന് കിട്ടുള്ളൂ. മുത്തുമണീസ്. അങ്ങനെ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ദിവസമാണ്. എന്തുവാ ഇന്ന് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് രാവിലെ തന്നെ തൂക്കൽ തുടക്കൽ കഴിഞ്ഞ് മേളിലോട്ട് കയറിയതാണ്. ഇന്നിനിയിപ്പം പൊന്നൂസിൻ്റെ ഓട്ടൻ്റെ യൂണിഫോം കഴിവണം. ബാഗ് ഭയങ്കരമായിട്ട് അഴുക്കായി കേട്ടോ. അപ്പോൾ ഈ റോളിംഗ് ബാഗ് ആയതുകൊണ്ട് വലിച്ചയച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകും. പക്ഷെ മൂന്നോട്ട് ഭയങ്കര സൂക്ഷ്മത. അവൻ്റെ ബാഗിൽ ആരും തൊടാനോ കാല് വെക്കാനൊന്നും സമ്മതിക്കത്തൊന്നുമില്ല. അവൻ്റെ ബാഗ് അധികം അഴുക്കില്ല. പൊന്നൂൻ്റെ പിങ്ക് കളറും കൂടിയാണ്, മൂന്നോട്ടിന് നീലയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ബാഗ് എപ്പോഴും കഴുകണം. ലഞ്ച് ബാഗ് 4 ഉണ്ട് കേട്ടോ. 2 ഈ ആഴ്ചയാണെങ്കിൽ കഴുകിയിട്ടാൽ നമുക്ക് യൂസ് ചെയ്യാൻ വേറെ 2 ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ സ്കൂളിൽ കൊണ്ടുവന്ന ബാഗ് അങ്ങനെ അല്ലല്ലോ. അപ്പോൾ അതാണ്ട് അതിന് അരച്ച് കഴുകണം. പിന്നെ യൂണിഫോമും നമുക്ക് വാഷിംഗ് മെഷീൻ ഇട്ട് കഴുകാൻ പറ്റത്തില്ല. എന്നാൽ അകത്ത് വൈറ്റ് ഷർട്ടാണ് വരുന്നത്. അപ്പോൾ ഈ വെള്ളിയാഴ്ച വൈകുന്നേരം, ശനിയാഴ്ച രാവിലെ ഇതാണ് പരിപാടി. കഴുകിയിട്ടാലേ നമുക്ക് തിങ്കളാഴ്ച പിന്നെ റീയൂസ് ചെയ്യണ്ടേ. അപ്പം അതും കൂടെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഒരുങ്ങണം, 3-4 ഫോട്ടോ എടുക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ. ഇപ്പം സത്യം പറഞ്ഞാൽ ബർത്ത്ഡേ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു മെമ്മറി, ഫോട്ടോ എടുക്കണം, എന്തെങ്കിലും കഴിക്കണം, കേക്ക് മുറിക്കണം, ഇതൊക്കെയാണ്. ഞാൻ എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് ആദ്യമായിട്ട് കേക്ക് മുറിക്കുന്നത് അമ്മ പണ്ട് മുട്ടായിയൊക്കെ വാങ്ങിച്ച് നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകും, പുത്ത ഡ്രസ്സൊക്കെ ഇട്ട്. കേക്കായിട്ട് മുറിക്കുന്നത് ഞാൻ നേഴ്സിങ്ങിന് ജോലി ചെയ്യുന്ന സമയത്താണ് ഒരു കേക്കായിട്ട് വാങ്ങിച്ച് മുറിക്കുന്നതെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് എല്ലാ വർഷവും നമ്മൾ മുറിക്കില്ലേ എന്നെ എല്ലാവരും. ഇന്നലെ പൊന്നൂസ് മുണ്ടനെ രാത്രി അയ്യോ അമ്മ ഞാൻ എൻ്റെ ടീച്ചറിന് കുറച്ച് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ കളർ പേപ്പറും സാധനങ്ങളും കൊണ്ട് ആ താഴത്തെ മേളത്തെ റൂമിൽ 2 ദിവസമായിട്ട് റൂമിൽ പോയി അടച്ചിരിക്കുവാണ്. അപ്പം ഞാൻ പോയി ചോറ് കഴിക്കാൻ വിളിക്കും. 8:30 9 മണി ഇറങ്ങി വരുന്നില്ല. അപ്പോൾ ഞാൻ ചോറിനാൻ പോയി വിളിക്കുമ്പോൾ പൊന്നൂസ് കൊണ്ട് അമ്മ അങ്ങ് പൊക്കോ, എൻ്റെ ടീച്ചറിന് കൊടുക്കാൻ കുറച്ച് ഗിഫ്റ്റ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ അമ്മ അത് കാണാൻ പാടില്ല. എനിക്കറിയാം എനിക്കാണെന്ന്. ഈ പടമൊക്കെ വരച്ച് റോസാപ്പൂവൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഷാദാൻ്റെ ബർത്ത്ഡേ വരുമ്പോഴും ഇത് തന്നെ, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വരുമ്പോൾ ഇങ്ങനെയാണ്. അവരുടെ ഒരു സന്തോഷം. കുറേ കളർ പേപ്പർ സത്യം എനിക്ക് അങ്ങനെയൊന്നും താല്പര്യമില്ല. പക്ഷേ പൊന്നൂസ് മോട്ടന് ഭയങ്കര അങ്ങനെയുള്ള കാര്യം. ബർത്ത്ഡേ ആഘോഷിക്കണം, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കണം, അവരുടെ ബർത്ത്ഡേ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ആഘോഷങ്ങൾ വരുന്നത് തന്നെ. സന്തോഷം. അപ്പം ഞാൻ വിചാരിച്ചത് ഇപ്പം ഞാൻ ഫോൺ കൊണ്ടുപോയി അവരെന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ വേണ്ട, അത് അവരുടെ ഒരു സന്തോഷമല്ലേ. അമ്മയ്ക്ക് കൊടുക്കുന്ന സമയത്തെ അമ്മ കാണാവൂന്ന്. അത് നമുക്ക് തള്ളി തകർക്കണ്ട. പേപ്പർ പടമൊക്കെ വരച്ച് മിനുക്കൊക്കെ ഇന്നലെ മേടിപ്പിച്ചാണ് എന്നെ കൊണ്ട്. അതൊക്കെ ചെയ്ത് വെക്കും. അത് നമുക്ക് അന്നേരം കാണാമേ. ഇപ്പം നാടെ എൻ്റെ ഈ ജോലിയും കൂടെ ഒതുക്കിയിട്ട് കുളിച്ചിങ്ങിറങ്ങാം. എന്നിട്ട് ബാക്കി അണ്ണനെ അങ്ങ് കാണിക്കട്ടെ. ഞാൻ സാധാരണ ഇവിടെ ബാഗ് കഴുകാനായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് കഴിയുന്നത് കേട്ടോ. കഴുകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക. അപ്പോൾ നമുക്ക് ബാഗ് കഴുകാം. ഞാൻ അണ്ണനെ എന്നാലും ഒന്ന് കാണിക്കും. സാധാരണ പോലെ ഞാൻ്റെ പൊന്നൂസിൻ്റെയും മോണക്കുട്ടൻ്റെയും ഇത് പൊന്നൂൻ്റെ അത് മൂന്നൂട്ടൻ്റെ ആയിട്ട് മാറ്റി വെച്ചേക്കും. അല്ലെങ്കിൽ ഇട കലർന്നു പോയാൽ പിന്നെ ഇവിടെ യുദ്ധക്കളമായിരിക്കും. യുദ്ധക്കളം. ഇത് പിന്നെ അണ്ണൻ്റെ കുറേ ജോക്കി ജെട്ടികൾ. പിന്നെ അതേ ലഞ്ച് ബാഗ് ഇപ്പം യൂസ് ചെയ്യുന്നത് വേറെ 2 ഇത് ഞാൻ നമ്മൾ കഴുകിയിട്ടതാണ്. അതുകൊണ്ട് ഇനി ഇത് തിങ്കളാഴ്ച മുതൽ ഇത് 2 യൂസ് ചെയ്യും. അത് മദ്രസയിലും ട്യൂഷനൊക്കെ കൊണ്ടുവന്ന ബാഗായിരുന്നു. ഇപ്പം അത് യൂസ് ചെയ്യത്തില്ല കേട്ടോ. ഇപ്പം സ്കൂളിലെ ബാഗിൽ തന്നെ അങ്ങ് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് ബാഗ് കഴുകാം. മുത്തുമണീസ് അത് ബാഗ് എണ്ണ സോപ്പൊടി ചുമ്മാ വെച്ചേക്കുക. ഇത് യൂണിഫോം, നമ്മുടെ ബാഗ്. ഇനി അത് സോപ്പൊടി ഇട്ടിട്ട് നമ്മുടെ അതുകൊണ്ട് ബ്രഷ് ഇരിപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ബ്രഷ് ഇട്ടിട്ട് ഉരച്ച് വേണം കഴുകാൻ. എന്നാലേ ഈ പിങ്ക് കളർ വെളുക്കും കേട്ടോ. ഭയങ്കരമായിട്ട് ഉരയ്ക്കണം. മൂന്നൂട്ടിൻ്റെ ഈ കളർ ആയതുകൊണ്ട് വലിയ അഴുക്ക് പറ്റിയാലും അറിയത്തില്ല. പക്ഷെ എന്നാലും അതിൻ്റെ വലിയ അഴുക്കില്ല കേട്ടോ. പൊന്നൂൻ്റെയാണ് പ്രശ്നം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് മുത്തുമണീസ് ഞങ്ങളുടെ ഡ്രസ്സും ഒക്കെ കഴുകിയിട്ട് ഇതാണ്ടേ പൊന്നൂസിനെ മുട്ടൻ്റെ യൂണിഫോം ബാഗ് കിടന്ന് തൊങ്ങുന്നുണ്ടോ. അരച്ച് കഴുകി. പിന്നെ വേറെ അടുത്ത ട്രിപ്പ് ഇതേ വാഷിംഗ് മെഷീനിൽ കഴുകാനും ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി എൻ്റെ മുടി ഒന്ന് ഉണങ്ങണം കേട്ടോ. എനിക്ക് ഭയങ്കര പാടാണ് മുടി ഉണങ്ങുന്ന കാര്യം. ഭയങ്കര എൻ്റെ മുടി പണ്ടൊട്ടേ അങ്ങനെ കേട്ടോ. ഉണക്ക സാധനത്തെ മുടി ഉണക്കിയെടുക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണക്കിയെടുക്കും എവിടെയെങ്കിലും പോകുമ്പം.
അല്ലെങ്കിൽ അങ്ങനെ ചുമ്മാ തോർത്ത് ഇങ്ങനെ തലയിൽ കെട്ടി കുറേ നേരം അങ്ങനെ നടക്കും, അങ്ങനെയൊക്കെ അങ്ങ് ഉണക്കിയെടുക്കും. പക്ഷെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഉണങ്ങണ്ടേ. പൊന്നൂസ് മോട്ടന് മദ്രസയിൽ പോയേക്കുവാണ്. ഓക്കെ, ഒരു മിനിറ്റ്. മോനുക്കുട്ടന് മദ്രസയിൽ പോകാൻ ഭയങ്കര മടി. മദ്രസയിലെ ട്യൂഷനാട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഉമ്മ മെസ്സേജ് അയച്ചു, ഇന്ന് വൈകുന്നേരം 3 മണിക്ക് 3:30 പോകുന്നത്. അപ്പോൾ വൈകുന്നേരം ഇന്ന് ട്യൂഷൻ ഇല്ല, എല്ലാവരും രാവിലെ 10 മണിക്ക് വരെ. അപ്പോൾ മോനട്ടെ ഇല്ല വൈകിട്ടേ ബർത്ത്ഡേ കേക്ക് കേട്ടെ. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല മോനെ, ഇച്ചിരി നേരം ഇരുന്നാൽ പോരെ, മക്കൾ. ഇല്ലെങ്കിൽ ഇനി മക്കൾ വേറെ ഏതെങ്കിലും ഒരു ദിവസം രാവിലെ പോവാൻ മടിയാ എന്ന് പറയുന്ന സമയത്ത് രാവിലെ 6:30 ആകുമ്പോൾ പോവും. ഉറങ്ങണമെന്നൊക്കെ പറയുന്ന സമയത്ത് അമ്മ മക്കളെ സപ്പോർട്ട് ചെയ്യും, മത്ത വഴക്ക് പറയും. അപ്പം മക്കൾ പറയുന്ന അമ്മ കേൾക്കുമല്ലോ, അമ്മ പറയുന്നത് കേൾക്കട്ടെ. അങ്ങനെ കുറേ നേരം സോപ്പിട്ടപ്പോഴത്തേക്ക് ആളെ സപ്പോർട്ട്. ആദ്യമേ പൊന്നു പറയും കേട്ടോ ഞാൻ പോവാന്ന്. അങ്ങനെ പൊന്നു പറഞ്ഞേക്കിട്ട് ഒരുങ്ങി കഴിഞ്ഞിട്ടാണ് മോനെ ചിണുങ്ങി പോയത്. അപ്പം ഇപ്പം നമ്മൾ ഒരുങ്ങി സമയമൊക്കെ ആകുമ്പോഴത്തേക്കും അവരും വരും. പിന്നെ അവരെ കുളിപ്പിക്കണം, അവരെയും കുളിപ്പിച്ച് ഒരുക്കാം. പൊന്നിക്ക് മണ്ടന് വന്നേ കണ്ട, ഇന്ന് നേരത്തെ വന്ന കണ്ടോ, നേരത്തെ. അവന് കൊട്ടലല്ലേ ഉള്ളു ജോലി. കായികയൊക്കെ എടുത്ത് ഇതി വെച്ചേ മക്കളെ. ഷോളൊക്കെ എന്തേ ഇതാ പറത ഊര് കണ്ടോ, പെട്ടെന്നായി. കുളിക്ക്. ഷൂട്ടടിക്കാനോ? എവിടെ? അപ്പൊ നിങ്ങൾ വരുന്നില്ലേ? എന്റെ പൊന്ന് പോണ്ട. എന്റെ പൊന്നിനെ അമ്മ ഒരുക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാനുണ്ട് കേട്ടോ. വേഗം പോയി കുളിച്ചിട്ട് വാ, എന്നാലേ മുടി ഉണങ്ങും കേട്ടാ. നീ ക്രിക്കറ്റ് നീ പോ. ഞങ്ങൾ സമയമാകുമ്പോൾ ഒരുങ്ങി ഞങ്ങളുടെ പാട്ടിന് ഡാൻസിന് പോകും. പൊക്കോ, ഒരു കുഴപ്പമില്ല. ഊര് ഇതാ. പെട്ടെന്ന് വാ കുളിക്ക്. പെട്ടെന്ന് വാ പെട്ടെന്ന് ഓടി വാ കുളിക്കാം. അവന് വേണ്ടി ഒരു ഫുട്ബോൾ മുത്തുമണീസ്. അപ്പോൾ ഇതേ ഞാൻ എൻ്റെ ചുരിദാർ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഡ്രസ്സ്. ടോപ്പ്, പാൻറ്റ് വരുന്നത് പട്ടിയാലാണേ. പട്ടിയാല. ഷോളിലും സെയിം വർക്ക് വരുന്നുണ്ട്. പിന്നെ ഇന്നലെ പോയെടുത്തേ ഇത് നമ്മുടെ പൊന്നൂച്ചിനാണ്. പൊന്നൂച്ചിന് ദേ ലൈറ്റ് പിങ്ക് പാൻറ്റ്, അതേ കളർ ചേഞ്ച് മോനുക്കുട്ടന്. ദേ മോനുക്കുട്ടൻ്റെ പാൻറ്റ്. ഇത് പൊന്നൂസിന് ഹെയർ ബാൻഡ്. ഞാൻ ഡ്രസ്സ് എടുക്കുമ്പോൾ എനിക്ക് അതൊരു ഹരമാണ്, അതേ സെയിം കളറിലുള്ള ഹെയർ ബാൻഡ് മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പൊന്നൂന്. പിന്നെ എനിക്ക് മേടിച്ച വളയാണ്, ബാംഗിൾസ്. ഇത് ഇന്നലെ ഞാൻ ഓപ്പൺ ചെയ്ത സമയത്ത് ഈ പൂ അങ്ങളായി പോയി കേട്ടോ. പിന്നെ ഞാൻ രാത്രി അണ്ണൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അണ്ണൻ ഫെബിക്വിക്ക് വാങ്ങിച്ച് ഒട്ടിച്ച് വെച്ച് തന്നതാണ്. അപ്പം സെറ്റായി കേട്ടോ. പിന്നെ ഇത് ഇന്നലെ വൈകിട്ട് പൊന്നൂശ്രീ മോട്ടന് ക്രയോൺസും സാധനമൊക്കെ മേടിക്കാൻ പോയ സമയത്ത് വാങ്ങിച്ച കമ്മലാണ്. ചുരിദാർ എടുത്താൽ കമ്മലെടുക്കണം. പക്ഷേ കമ്മൽ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാലും ഞാൻ വൈറ്റ് കളർ കമ്മൽ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. വൈറ്റ് സ്റ്റഡ് വരുന്നത്, സ്റ്റഡല്ല സ്റ്റോൺ വരുന്ന കമ്മലേ. ഈ ഇരിക്കുന്ന എന്നെ കാണാമല്ലേ, ഈ ഇരിക്കുന്ന സംഭവത്തിലെല്ലാം എൻ്റെ കമ്മലുകളാണ്. ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് കുറേ വട്ടം, എന്നാലും ഞാൻ ചുമ്മാ കാണിക്കാം. ഇതിനകത്തൊക്കെ ഏതിലൊക്കെ ഞാൻ ഇട്ടിട്ട് വെക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അറിയത്തില്ല. ഇതിനകത്തൊക്കെ ഒത്തിരി വൈറ്റ് സ്റ്റോണൊക്കെ വരുന്നത് ഒരുപാട് കളക്ഷനുണ്ട്. പക്ഷെ എന്നാലും ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് ദാണ്ട് ഇത് ഇടണമെന്നായിരുന്നു. എന്നാലും ഡ്രസ്സ് മേടിക്കുമ്പം ഒരു അലികുളുത്ത് കൊണ്ട് പിന്നെ ഈ ഒരു കമ്മൽ മേടിക്കും. ഒത്തിരി വൈറ്റ് വരുന്നുണ്ട് എൻ്റെ കയ്യിൽ. പക്ഷെ എന്നാലും ഞാൻ അങ്ങ് മേടിക്കും. ഇതൊക്കെ അപ്പം അവിടെ എവിടെ പോയിട്ട് ഇട്ടിട്ട് പിന്നെ അതുപോലെ തന്നെ കൊണ്ട് അങ്ങ് വെക്കുന്നതാണ് കേട്ടോ. പിന്നെ അടുക്കി പറക്കാൻ നിൽക്കത്തൊന്നുമില്ല. അപ്പം നമുക്ക് വേഗം ഒരുങ്ങാൻ മുത്തുമണി, സമയം കളയണ്ട കേട്ടോ. അണ്ണൻ്റെ ഡ്രസ്സ് ഞാൻ ഓടി പലമാരി പോയി. അണ്ണൻ്റെ ഡ്രസ്സ് എന്ത് ചെയ്യുന്നു? അവിടെ ഭയങ്കര ഇരുട്ട് മുത്തേ. ഇങ്ങോട്ട് വാ. സിമ്പിൾ തന്നെ. ഓക്കെ. അണ്ണൻ പോയി കേക്കും ഫുഡും വാങ്ങിച്ചോണ്ടോ, ചോറും. ഞാൻ അപ്പത്തേക്ക് ഒരുങ്ങി കുട്ടപ്പിയായിട്ട് നിൽക്കാം. പോ. മോനുകുട്ടൻ തോണ്ട് ഗോൾ അടിക്കണമെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയേക്കുവാ കുളിക്കാതെ. പൊന്നൂനെ ഒരു വിധത്തിൽ ബാത്റൂമിൽ കയറിയിട്ടുണ്ട്. ശരി, ഞാൻ ഒരുങ്ങി മുത്തുമണി. അപ്പം ഇതേ നമ്മുടെ ഫോട്ടോ എടുക്കാനുള്ള അനിയന്മാർ വന്നിരിപ്പുണ്ട്. പൊന്നൂനെ കുളിപ്പിച്ച് ഇറക്കി ഒരുക്കണം. അവന്മാരുടെ അടുത്തോട്ടൊന്ന് പോവാം. അണ്ണ അവരെ ഇരുത്തിയിട്ട് ഫുഡ് മേടിക്കുമ്പോൾ
ഒരു ഇളവെണ്ണോ ഓ അല്ലേലും ഉള്ളതാ. ലൈറ്റ് ഇട്, നിങ്ങൾ കളർ കിട്ടുന്നില്ല നിങ്ങൾക്ക്. ആ പണ്ടൊക്കെ ഇവൻ എന്റെ വീഡിയോയിൽ നിൽക്കാൻ എന്തൊരു മടിയായിരുന്നടാ. ഇപ്പൊ നാണവും ഇല്ല മാനവും ഇല്ല. ആയി ഗൈസ് പോലും. പണ്ടാണെങ്കിൽ ഇവ ഇങ്ങനെ മുഖം പൊത്തി ഓടുവായിരുന്നു. കണ്ടോടാ കണ്ടോ, അതാണ് ഞാൻ. എടാ എന്റെ ഒരു കുരുത്തം കെട്ട സാധനം കളിക്കാൻ പോയി. മോനുകുട്ടാ മോനുട്ടോ മോനുട്ടാ. യോ എന്തേടാ, അത് പൊന്നൂസ്. പൊന്നു വാ 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 ഓടി വാ, ഇറങ്ങി വാ, അമ്മ ഒരുക്കാം വാ. അപ്പൊ ഹീലല്ലേ നിനക്കുള്ളൂ, നീ എവിടെ പോലെ ഹീല് ചെരുപ്പ് എടുക്കുകയും ചെയ്യും. ഒരു കാര്യം ചെയ്യും, ബ്ലാക്ക് സ്കൂളിലെ ബ്ലാക്ക് ഇതിട്. എന്തുവാ മക്കളെ പിന്നെ കെട്ടിയെരുപ്പ് പുതിയതൊക്കെ അതിട്. ഏതാ ഇത്? അമ്മയുടെ എരിപ്പടി നമ്മൾ ഇട്ടേക്കുമല്ലയോ. ബാ നമുക്ക് വേണ്ട അണ്ണന്മാരെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാം. രണ്ടിനും ഞാൻ ഒരു വിധത്തിൽ ഒരുക്കി മുത്തോണീസ്. പോ ചെരുപ്പിട്ടോ പൊന്നോ. ആ അതിട്ടാ മതി. അതാരെങ്കിലും അറിയുന്നുണ്ടോ? ഇവന് എവിടെങ്കിലും പോകുമ്പോൾ ഷൂ ഇടാൻ പറയുമ്പോൾ ഇവൻ പറയുവേടാ ഷൂ എനിക്ക് ചൂടാന്ന്. എന്നിട്ട് അവന് തോന്നുമ്പോൾ അവൻ ഷൂ ഇടും. അന്നേരം കൊണ്ട് കാലും വലുതാവും, അവിടെ കയറുന്നില്ല. എൻ്റെ ഊപ്പാട്. ഇവന് ഷർട്ടും ചേരത്തില്ല, ഹാഫ് കൈ ബനിയനും ചേരത്തില്ല. ഇവന് ഫുൾ കൈ ടീഷർട്ടേ ചേരൂ. ഹലോ ഹൗ ആർ യു? ആ വാ നമുക്ക് ഫോട്ടോ എടുക്കാം, വാടാ. ഞാൻ വിയർത്ത് കുളിച്ച് എൻ്റെ മേക്കപ്പ് ഒക്കെ പോയി. മോനൂട്ടനെ ഒരു മക്കളെ ഫോട്ടോയിൽ നോക്ക് കണ്ട. ചിരിക്ക് ഇവിടെ ചിരിപ്പിക്കാനൊക്കെ സാധാരണ ഭയങ്കര പാടാ. ആ നല്ല ചിരി, ആ ചുണ്ടനാ. ആ ചക്കര വയ്യ. താഴെ ലുക്കോട്, അത്രയും താഴെ വേണ്ട, ചിരി. അങ്ങോട്ട് നോക്കൂ. ആ അങ്ങനെ. ആ ചിരിച്ചേ സുന്ദരാ. അയ്യോ പൊന്നൂസിന് നിന്നൊന്നും പറഞ്ഞു കൊടുക്കട്ടെ, അങ്ങ് നിന്നോളൂ. ആ ഇന്നാ പൊന്നൂസും കൂടെ നില്ലേ, മോനോട്ടിനും കൂടെ നിൽക്കേ. കല്ലാം മോനോട്ട് നേരത്തെ ചിരിച്ച ചിരി ഇതൊരുമാതിരി വളിച്ച ചിരി, സന്തോഷ ചിരി. അതെ അണ്ണ ഇനി എപ്പം ചോറുമായിട്ട് വരുമോ? ഫാമിലി ഫോട്ടോ എടുക്കാൻ പറ്റാ? ശരി ഇതെന്തൊരു താഴ്ത്ത്. ഡാഡി അത്രയൊക്കെ തൊപ്പി വയ്ക്കാത്തോണ്ട് അത്ര ചിരി വരുന്നില്ല. ആ അണ്ണൻ പോയിട്ട് വാ. ആടാ പോ. എന്തോ മേടിച്ചേ? പറയാതെ പോവാണോ? സാധനം മേടിച്ചില്ലേ? കൊണ്ടുതരും. ആയില്ല. അപ്പോഴത്തേക്ക് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കല്ലേ? അപ്പോഴത്തേക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് സാധനം വരും. അതൊന്നും നമുക്ക് റെഡിയാക്കി തരാന്ന് പറഞ്ഞോ. എന്നാ പോയിട്ടോ. പിന്നെ പോയിട്ട് ഇറങ്ങി വാ പെട്ടെന്ന്. ഹെൽമെറ്റ് മാറ്റിയിട്ട് തൊപ്പിയിട്ടുണ്ട്. ഡാൻസ് എടുക്കണ്ടേ? എൻ്റെ മുന്നൂസും ഞാനും പൊന്നൂസും ഡാൻസ് പഠിച്ചു വെച്ചേക്കുവാ. യൂടാ ആക്സിലേറ്റർ കൊടുത്താ ആ അവിടം വരെ അവനെയും കൊണ്ടുപോയിട്ട് തിരിച്ച് വാ അണ്ണേ. പോയിട്ടോ. ഇതെന്തോ കേക്ക്. ആ കൊള്ളാം, അടിപൊളി കേക്ക്. ഇവിടാണെങ്കിൽ ഭയങ്കര ഒരുപാട് കുഞ്ഞു കേട്ടോ ഇല്ലേടാ? ഓക്കെ ഓക്കെ. സാധാരണ ഭയങ്കര പേടിയാ മോനോട് കേക്ക് കട്ടി ദൂരെ കളയാം. അപ്പൊ ഇവിടെ വെക്കുന്നേ നല്ലത് കേട്ടോ. ടീപ്പോടെ അവിടെ ഒക്കെ വെച്ച് ഞങ്ങൾ കുനിയണ്ടൊക്കെ വരും മുത്തുമണീസ്. ബാ കേക്ക് കട്ട് ചെയ്യാം നമുക്ക്. ബാ എല്ലാരും നേരെ നിക്കാം. ബാ ചെറിയൊരു ഓണാക്കി കുഴപ്പമൊന്നും ഓഫ് ആക്കണ്ട. ശരി ശരി. Happy birthday to you. Happy
you. With the good God bless you. With the good താങ്ക് യു. പാട്ട് എന്ത് പാദ്യം എന്നിട്ട് അയഞ്ഞതാ അവനും കൊടുത്തരാൻ തിന്നോട്ടെ. ഇവർക്ക് മുറിക്കാൻ മുറിക്കട്ടെ. ഇത് തിന്നാൻ പറ്റുവാ നീ ഞാൻ ഈ റോസ പൊന്നൂന ബർത്ത്ഡേ ആഘോഷം പൊന്നു സ്മോട്ടൻ എന്താ ഒരുക്കി വെച്ചേക്കുന്നത് നോക്കാം. ഓ വരി വാടി. ഓ പാക്കല്ല എന്തോ അമ്മ വരട്ടെ അതാ ഞാൻ അവിടെ വെക്കാന്ന് പറഞ്ഞേ അമ്മ പിന്നെ എന്തോ പൊട്ടുന്നില്ല. ഇരുന്ന് കൊടുക്കാം. അവരെ സന്തോഷല്ലേ. ഓണാക്കടാ. ഹാപ്പി ബർത്ത്ഡേ ആണോ അതിനകത്ത് വെച്ചിരുന്നത്? മിനുക്കുവാ. കഷ്ടം മിനുക്കും വന്നില്ല. വാവാ. ആ ചെറുതാ കണ്ടോ അതാണ്ട് ശബ്ദം കേൾക്കുന്നുണ്ട്. അവനും ഒന്ന് കുത്തി പിടിച്ചോടെ. അവന്റെ ആഗ്രഹമില്ല. അമ്മ പിടിച്ചേ. താങ്ക് യു. ലവ് യു. അങ്ങോട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ. എന്തുവാ? ഇതുണ്ടോ ഓ ഹാപ്പി ബർത്ത്ഡേ. ഞങ്ങൾ പശ വെച്ചുണ്ടാക്കിയതാ. പശ വെച്ചുണ്ടാക്കിയതാ. അതെല്ലാം വായിക്കേ. ഇതെല്ലാം വായിക്കേ. വായിക്കാം. ഇതെന്തോ ഇത് തൂക്കിട്ടേക്ക് നോക്ക്. ഇത് പൊന്നൂസ് മോണ്ടന് ഇന്നലെ രാത്രി 8:30 ചോറെണ്ണം വന്നില്ല. ഹാപ്പി ബർത്ത്ഡേ മൈ ലവ്ലി മദർ. പിന്നെ 400 സംതിങ് രൂപയ്ക്ക് കണ്ട വാങ്ങിച്ചത്. മൈ ലവ്ലി മദർ ആൻഡ് സ്വീറ്റി ആൻഡ് യു ആർ മൈ ഹാർട്ട് ആൻഡ് യു ആർ മൈ ആൾ ഇൻ ഓൾ വേൾഡ്. ഇതാണ്ട് ഇതാ പൊന്നൂസ് മോനോട്ടന്റെ ലെറ്റർ. ഇത് പൊന്നൂന്റെ ലെറ്റർ. പൊന്നൂന്റെ ലെറ്റർ എന്തോ ഇത്. ഹാപ്പി ബർത്ത്ഡേ ടു മൈ ഡിയർ മദർ. കാണുന്നില്ല എന്നാലും കുഴപ്പമില്ല. നല്ല രീതിയിൽ ഉണ്ടാക്കിയതാ. താങ്ക് യു സോ മച്ച്. ഇത് കുറെ മിനുക്കൊക്കെ ഇട്ടിട്ട് ഹാപ്പി ബർത്ത്ഡേ മൈ അമ്മ. കൊള്ളാം. മിനുക്കൊക്കെ ഉണ്ട്. അകത്തുണ്ടോ? അകത്തെന്തുവാ? ഹാപ്പി ബർത്ത്ഡേ യു അമ്മ മൈ അമ്മ. താങ്ക് യു. എന്തുവാ? ഐ ലവ് യു സോ മച്ച്. സ്റ്റിക്കർ ഒക്കെ ഒട്ടിച്ചു. യു എന്റെ അലമാരിയിൽ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. കുഴപ്പമില്ല. ഇനി നമുക്ക് ചോറ് കഴിഞ്ഞു. എന്തായാലും അവരെ കൂടെ പറ്റുന്ന രീതി അവര്. ഓ താഴെ അല്ലല്ല ഈ പാൻഡാ. അയ്യോ ഇതിനെ ആര് തൂക്കും? എന്നുള്ള ഇതിലാ അണ്ണ എന്നോട് പറഞ്ഞത്. പ്ലേറ്റ് വാങ്ങിച്ചോണ്ടായി. അണ്ണ എന്നോട് ഇന്നൊന്നും ചെയ്യണ്ട, നമുക്ക് അടുക്കള എന്നിട്ട് എല്ലാം പുറത്തുനിന്ന് മേടിക്കാന്ന് പറഞ്ഞ രാവിലെ ഞങ്ങള് തൂത്ത് വൃത്തിയാക്കി തരുന്നു. ഇങ്ങോട്ട് പൊന്നിച്ച് കൊണ്ട് നേരത്തെ തുറന്നു കേട്ടോ. അപ്പൊ ഇത് സാധാരണ ഗിഫ്റ്റ് ആണ്. മോനുട്ടാ എന്റെ വാച്ച്. ഇതാണ് എന്റെ ഗിഫ്റ്റ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ബ്രാൻഡഡ് സാധനമൊക്കെ യൂസ് ചെയ്യുന്നത് ആദ്യമായിട്ടാട്ടോ. എന്റെ കൊച്ചിലെ നമ്മൾ 150-200 രൂപയുടെ വാച്ചൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇപ്പൊ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനമൊക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. നിങ്ങളെ കാരണം എന്റെ വയറ് കാലിയായി. ഫ്രണ്ട്സ് കൊള്ളാമോ? കൊള്ളത്തില്ല. തരാം കൊള്ളാമോടാ?
ഐഫോൺ തന്നിട്ട് അത് പിടിച്ചു മേടിച്ചവളാണ്. അങ്ങനല്ല, വെഡിങ് ആനിവേഴ്സറിക്ക് ഐഫോൺ കൊടുത്തിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ആവശ്യമുണ്ടല്ലേ, രണ്ടിനും വീഡിയോ എടുക്കാറുണ്ട്. പിന്നെ നമ്മൾ രണ്ടുപേരും ഉപയോഗിക്കുന്ന പഴയ ഫോണല്ലേ, പിന്നെ ചോറ് കഴിക്കുക. ഇവന്മാർക്കൊക്കെ വിശക്കുന്ന ഫ്രണ്ട്സ് 2:30 അല്ല സോറി 1:30. പുതിയ വാച്ചി സമയമൊക്കെ കറക്റ്റാക്കി വെച്ചേക്കും ഞങ്ങള്. ചൂടുവെള്ളം ചോറ് ഈ ഗ്ലാസ് കൊള്ളാമല്ലോ, വലിയ ഗ്ലാസ് ആണല്ലോ. ഞാൻ വിചാരിച്ചു മറ്റേ കുഞ്ഞു ഗ്ലാസ്സിലാ പെപ്സി സാധാരണ. മോനോട്ട് എടുത്തോ, മോനോട്ട് ഇഷ്ടമുള്ള പീസ്. അതങ്ങനെ തറയിലൊഴിക്കല്ലേ പൊന്നു മോളെ. അവിടെ വെച്ചോ. ഷിയാമ്മ വരും. മയോനൈസ് ഒഴിക്കണോ മോനോട്ടിനാ? ഇവിടെ നോക്കല്ലേ. അമ്മ അതിനെ വൈകിട്ട് വന്ന് ചോറുണ്ടോ എന്നുള്ളൊരു മൈൻഡ് അവനോട് എടുത്തോ. എല്ലാ വട്ടവും വരുമ്പോ ഇവൻ മാത്രം ഇറച്ചി കഴിക്കത്തില്ലായിരുന്നു. അതെ, ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ചിക്കൻ മേടിച്ചത്, അല്ലെങ്കിൽ ബിരിയാണി വാങ്ങാനിരുന്നയാ. ഇവൻ ഇതിനു മുമ്പ് നമ്മൾ ബീഫ് ബിരിയാണി വെച്ചിട്ടുള്ളപ്പോഴൊക്കെ ഇവൻ തിന്നത്തില്ല. പക്ഷെ അന്നൊക്കെ ചിക്കൻ വറുത്തതുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഈ വട്ടം ബീഫ് ബിരിയാണി മാറ്റി മന്തിയാറ്റോ ചിക്കനാണ്. ചിക്കൻ അധികം എന്റെ ഫേവറേറ്റ് ആണ്. അമ്മക്ക് പീസ് വെച്ചേ. അമ്മ ഓ നീ അവിടെ അതിലുള്ള പിന്നീട് പെപ്സി മാറ്റി. അയ്യോ മുത്തുമണി അങ്ങനെ ഒരു പരുവായി കേട്ടോ. ഞങ്ങള് ചോറൊക്കെ കഴിച്ചിട്ട് പിന്നെ അനിയന്മാരുമായിട്ടൊക്കെ വർത്താനം പറഞ്ഞ് TV ഒക്കെ കണ്ട് കുറച്ച് നേരം അങ്ങനെ അങ്ങിരുന്നു. അങ്ങനെ അങ്ങിരുന്നു കേട്ടോ. അവരിപ്പോഴാണ് പോയത്. അപ്പം ഞാൻ പറഞ്ഞേ ഇന്ന് തന്നെ എനിക്ക് 2-3 ഫോട്ടോ തരണേ, നാളെ അല്ല ഇന്നാ ബർത്ത്ഡേ. അപ്പം സ്റ്റുഡിയോയിലോട്ട് പോവാം, സ്റ്റുഡിയോയിൽ പോയിട്ട് ഫോട്ടോ ഒക്കെ തരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഈ വർഷത്തെ ബർത്ത്ഡേ ഇങ്ങനെ പോയി, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ചിലപ്പോൾ വൈകിട്ട് പുറത്തോട്ടോ ഫിലിമിനോ അങ്ങനെ വല്ലതും പോവുകയാണെങ്കിൽ ഞാനത് ആഡ് ചെയ്യാം മുത്തുമണീസ്. പിന്നെന്താ പിന്നെ എന്താ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഈ ബർത്ത്ഡേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആഘോഷിക്കാൻ തുടങ്ങിയത് തന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കേട്ടോ. സാധാരണ ഇപ്പം 8 വർഷം, നമ്മൾ 10 വർഷം കല്യാണം കഴിച്ചെങ്കിൽ ആ 8 വർഷം അണ്ണൻ ഗൾഫിലായിരുന്നു. അപ്പം ആ പിന്നെ സമയത്ത് അണ്ണ അവിടെ ആണെങ്കിലും എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കും. സാധാരണ അവിടെ വെഡിങ് ആനിവേഴ്സറി ആണെങ്കിൽ അവിടെ ഒരു കേക്ക് കൂട്ടുകാരുടെ മുറിക്കും. ഞാനിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ കോള്, കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആണെങ്കിൽ വീഡിയോ കോള് വെച്ചിട്ട് നമ്മൾ പൊന്നൂസിൻ്റെ മോണ്ടൻ്റെ ബർത്ത്ഡേ അവർ ജനിച്ച് ഇന്ന് വരെയും ഞങ്ങൾ നല്ല രീതിയിൽ ആഘോഷിച്ചിട്ടുണ്ട്. ആദ്യത്തെയൊക്കെ ഒരു 5 വയസ്സ് വരെയൊക്കെയും നമ്മൾ 2 ഫാമിലിയിൽ എല്ലാവരെയും വിളിച്ച് നടത്തുമായിരുന്നു, അടുത്ത ബന്ധുക്കാരെയൊക്കെ വിളിച്ച് ബിരിയാണി. പിന്നെ ഞങ്ങൾ ചുരുങ്ങി. സാധാരണ അത്ത, അമ്മ, പെങ്ങൾ, ഞാൻ, അമ്മ മാത്രമേ കാണുമല്ലോ വീട്ടിൽ. അങ്ങനെയൊക്കെ ആയിട്ട് ചുരുങ്ങി. പക്ഷേ അവരുടെ ബർത്ത്ഡേ വരുമ്പോൾ അലങ്കാരം, സന്തോഷം, ഭയങ്കര സന്തോഷമാണ്. പിന്നെ ലൈഫിൽ ഏറ്റവും ഞങ്ങൾക്ക് ഭാഗ്യം ഉണ്ടായത് തന്നെ പൊന്നൂസ് മോനൂട്ടനുമാണ്. പൊന്നൂസ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ ആദ്യത്തെ കാർ മേടിക്കുന്നത്. പിന്നെ മോനുകുട്ടൻ വന്നതിന് ശേഷം വസ്തു മേടിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ നമ്മുടെ ബ്രിസ കാർ എടുത്തു, സ്കൂട്ടി മേടിച്ചു. പിന്നെ നമ്മൾ അൽഹംദുലില്ലാ വീട് വെച്ചു. നമ്മളുടെ സന്തോഷകരമായ സംഭവങ്ങളെല്ലാം ഉണ്ടായത് മക്കളുണ്ടായതിന് ശേഷമാണ്. അപ്പോൾ ഇപ്പം തന്നെ എനിക്ക് ഒരു ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ തന്നെ പൊന്നൂസിനും മോട്ടനുമാണ് ആഘോഷിക്കാൻ. 2 ദിവസം മുമ്പേ അമ്മ മുറ്റത്ത് റോസാപ്പൂ ഒന്നും കിളിക്കുന്നില്ല. എന്നിട്ട് മെനഞ്ഞാന്നേ റോസാപ്പൂ കിളിച്ച 2 എണ്ണം കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചേക്കുമായിരുന്നു എനിക്ക് തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ ഞങ്ങൾക്ക് ടീച്ചറിന് കൊടുക്കാനാണ്, ഫ്രിഡ്ജ് എനിക്ക് എടുത്ത് കളയല്ലേ അമ്മ. ഞാൻ പറഞ്ഞു ഇല്ല എനിക്കറിയാമല്ലോ അപ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷവും സങ്കടവും ഒക്കെ ഉണ്ട് മുത്തുമണീസ്. ഈ പ്രായം കൂടി വരുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. അത് വേറൊന്നും കൊണ്ട് അല്ല കേട്ടോ. പടച്ചവനെ വയസ്സായൊക്കെ വരുന്നു, ജീവിതം ആസ്വദിച്ച് തുടങ്ങുന്നതൊക്കെ സന്തോഷിക്കുന്നതും ഒക്കെ ഇപ്പോഴാണ്. പണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമൊക്കെ എണ്ണിയെടുക്കാൻ പറ്റുമായിരുന്നു. നമ്മുടെ വീട്ടിൽ കടം ബാധ്യത, സമാധാനമില്ലാത്തൊരു ലൈഫായിരുന്നു കൊച്ചിലെ. അത്തായി അമ്മായിക്കാളൊക്കെ എനിക്കായിരുന്നു ടെൻഷൻ, വിഷമവും ഒക്കെ. പടച്ചോൻ ഇപ്പോഴാണ് അതെല്ലാം ഒന്ന് മാറ്റി എല്ലാവർക്കും. ഞാൻ എൻ്റെ വീട്ടിലായാലും ഇപ്പോഴാണ് എല്ലാ ഒരു കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റിലായതും സന്തോഷമായി വന്നതും ഒക്കെ. ഇപ്പോഴാണ് ഞാൻ ജീവിച്ച് തുടങ്ങുന്നത്. ഇപ്പോൾ എനിക്കങ്ങ് 31, 32, 33 അങ്ങനെ വർഷങ്ങൾ പോകുമ്പോഴത്തേക്ക് എനിക്കങ്ങ് ടെൻഷൻ കൂടി വരുവാണ്.
എനിക്കറിയത്തില്ല വയസ്സാവുമോ, എനിക്ക് പേടിയാവും, തട്ടി വല്ലം പോവുമോ. അല്ലാഹുവേ എന്നെ കാത്തോണേ, എൻ്റെ അത്തച്ചി, എൻ്റെ അമ്മച്ചി, എൻ്റെ ആങ്ങളെ, എൻ്റെ സാധാരണ എൻ്റെ മക്കളെല്ലാം കാത്തോണേ, എല്ലാവർക്കും നല്ലത് വരണേ പടച്ചോനേ. ഞാൻ ചില സമയം ആരെങ്കിലും മരിച്ചെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, പടച്ചോനെ ആർക്കും ഒന്നും പറ്റില്ല തമ്പുരാനെ, ആരും മരിക്കില്ല റബ്ബെ ഇങ്ങനെ പറയും. അപ്പോൾ അണ്ണൻ പറയും ആരും മരിക്കില്ലെന്നോ, അപ്പോൾ പിന്നെ ഭൂമി എങ്ങനെ അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ അല്ല ആർക്കും ഒരു അബദ്ധം പറ്റില്ലേ നാദാ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും. കാരണം എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര സങ്കടം. ഇപ്പം ഞാൻ സത്യം പറഞ്ഞൊരു ബ്രാൻഡഡ് സാധനം യൂസ് ചെയ്യുന്നതായാലും ഇപ്പോൾ ഒരു സുഡിയോ അല്ലെങ്കിൽ നമുക്ക് ട്രെൻഡ്സ്, മാക്സ് അങ്ങനെയൊക്കെ കുഞ്ഞുങ്ങൾക്കായാലും ഒരു ബ്രാൻഡഡ് സാധനം ഒക്കെ ഞാൻ എടുക്കുന്നതൊക്കെ പോലും ബ്രാൻഡഡ് എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് വില കൂടിയ ഐറ്റംസാണ് ഉദ്ദേശിച്ചത്. മുത്തുമണീസ് യൂസ് ചെയ്യുന്നത് പോലും ഇപ്പോഴൊക്കെയാണ് കേട്ടോ. എനിക്ക് അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് പോലും ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ. അപ്പം നമ്മളെ നെഗറ്റീവ് അടിക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ യൂട്യൂബിലെ കാശല്ലേ എന്ന്. അല്ല, യൂട്യൂബിലെ കാശ് കൊണ്ടല്ല ഞാനതൊന്നും കണ്ടു തുടങ്ങിയത്. ഞാനതൊക്കെ കണ്ടു തുടങ്ങിയത് സൗദി അറേബ്യയിലെ കാശ് കൊണ്ടാണ് കേട്ടോ. ഞാൻ കല്യാണം കഴിക്കുന്നതിന് 2 വർഷം മുമ്പ്, ഞങ്ങളുടെ വളയിടിയിൽ കഴിയുന്നതിന് മുമ്പ് സാധാരണ ഗൾഫിൽ പോയതാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണത്തിന് 2 വർഷം മുമ്പേ സാധാരണ ഗൾഫിലാണ്. അപ്പോൾ അണ്ണ ആരെങ്കിലും വരുമ്പോൾ പോലും എനിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തുവിടും. വലിയ മാലകൾ, ബാഗുകൾ, ചെരുപ്പ്. പിന്നെ ആ സമയം തൊട്ട് തന്നെ കല്യാണം കഴിക്കുന്ന 2 വർഷം മുമ്പ് തൊട്ട് തന്നെ എൻ്റെ അത്ത പോയിട്ട് നമുക്ക് സാധനങ്ങൾ കൊണ്ടുവരുന്ന പോലല്ല, അണ്ണന് കുറച്ച് കൂടിയ സാധനങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നത്. അപ്പം ആ സമയം തൊട്ടേ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ടുള്ള 8 വർഷവും സൗദി അറേബ്യയിലെ വണ്ടിയിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങുന്നതും ഞങ്ങളുടെ വണ്ടി എടുക്കുന്നത്, വസ്തു മേടിക്കുന്നതും ഒക്കെ. അപ്പോൾ ആ വണ്ടിയിൽ നിന്നാണ് ഞങ്ങൾ നല്ല ജീവിതം തുടങ്ങുന്നത് തന്നെ. പിന്നെ ഇപ്പോഴാണ് ഈ 3 വർഷമാണ് എനിക്ക് യൂട്യൂബിൽ പൈസ കിട്ടുന്നത്. ഒരിക്കലും ആ പൈസ ഞാൻ നിന്നിച്ചതല്ല. പക്ഷെ ചിലവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ആ മണ്ണിലെ കാര്യം പറയാതിരിക്കില്ലല്ലോ. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് നല്ല ജീവിതം തുടങ്ങുന്നത്. അത് പറഞ്ഞില്ലെങ്കിൽ നന്ദികേടാ കേട്ടോ. ഇപ്പം യൂട്യൂബിലെ പൈസ എന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ ഇരിക്കുമല്ല, ഞാൻ ഊട്ടി നടക്കുവാണ്. രാവിലെ എൻ്റെ വീട്ടിലെ എല്ലാ ജോലിയും ഒതുക്കിയിട്ട് എനിക്ക് നടുവേനെടുക്കും. അപ്പോഴും ഞാൻ ചോദിക്കും പഠിച്ചോണേ വീഡിയോ. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഒരു വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെ. അപ്പം നമുക്ക് കഷ്ടപ്പാട് എല്ലാത്തിനും ഉണ്ട്. കഷ്ടപ്പെട്ടിട്ടാണ് മുത്തുമണി പൈസ ഉണ്ടാക്കുന്നത്. നമ്മളെ നെഗറ്റീവ് പറയാനായിട്ടിരിക്കുന്ന കുറച്ച് പേര് കാണും. അവർക്കൊക്കെ നിസ്സാരമായിട്ട് തോന്നും. പക്ഷെ കഷ്ടപ്പെടുന്നവനെ അറിയൂ അതിൻ്റെ ബുദ്ധിമുട്ട്. ആ കഷ്ടപ്പെടുന്നവനെ ആ കഷ്ടപ്പെട്ട് മേടിക്കുന്ന പൈസയ്ക്കും വിലയുണ്ടാവും. അപ്പോൾ ചുമ്മാ ഇരുന്ന് കാണുന്ന ചില ആ നെഗറ്റീവ് ആ മൈൻഡുള്ളവർക്ക് ആ കഷ്ടപ്പാടിൻ്റെ വില അറിയില്ല, ആ പൈസയ്ക്കും വില ഉണ്ടാവില്ല. ഇപ്പം ഞാൻ അധ്വാനിക്കും, ഞാൻ എൻ്റെ ഒരു ജോലിയാണ് ചെയ്യുന്നത്. ആ ജോലിക്ക് ഞാൻ ശമ്പളം മേടിക്കുന്നുണ്ടെങ്കിൽ ആ ശമ്പളത്തിന് എനിക്ക് അതിൻ്റേതായ വിലയുണ്ട്. കാരണം അതെനിക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കിട്ടിയത് എന്നുള്ള ആ പൈസയ്ക്ക് എനിക്ക് ഒരുപാട് വിലയുണ്ട്. യൂട്യൂബിലെ പൈസയ്ക്ക് എനിക്ക് ഒരുപാട് വില ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ അനാവശ്യമായ ആ പൈസയിൽ നിന്ന് 1 രൂപ പോയാൽ എനിക്കൊക്കെ സങ്കടം ഭയങ്കര. ഞാൻ അത് അത്രയും അധ്വാനിച്ചും ജോലി ചെയ്ത് മേടിക്കുന്ന പൈസയാണ്. അപ്പം നെഗറ്റീവ് അടിക്കുന്നവരോട് എനിക്കൊന്നും പറയാനൊന്നുമില്ല. അവരവിടെ നിന്ന് നെഗറ്റീവ് അടിക്കട്ടെ. നമുക്ക് പടച്ചവൻ തന്ന ജീവിതം, പടച്ചവൻ തന്ന സന്തോഷം എനിക്ക് പറയാൻ പറ്റും. ഞാൻ അറിഞ്ഞുകൊണ്ട് ആരുടെയും മനസ്സ് ഇതുവരെ വേദനിപ്പിച്ചിട്ടില്ല. അറിഞ്ഞുകൊണ്ടൊരു വർത്താനം കൊണ്ട് പോലും ഞാൻ വിഷമിപ്പിക്കാൻ നിന്നിട്ടില്ല. അതുകൊണ്ട് പടച്ചവൻ നമുക്ക് നല്ലതേ തരൂ എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പം ഞാൻ അവരോടൊന്നും പറയാറുമില്ല. നമുക്ക് നമ്മുടെ വഴി, നമ്മുടെ സന്തോഷം അങ്ങനെയൊക്കെ പോട്ടെ. അപ്പോൾ എൻ്റെ പൊന്നൂസ് മോട്ടനൊക്കെ യൂട്യൂബ് വ്ളോഗ് കണ്ടുകൊണ്ടിരിക്കുവാണ്. എൻ്റെ വ്ളോഗ് കാണുന്നത് തന്നെ നമ്മളോട് അത്ര ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പോൾ അവരോട്, നിങ്ങളോട് എനിക്ക് എന്തും പറയാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. അല്ലാതെ ഷോർട്സ് കണ്ടു പോകുന്നവരാണ് കൂടുതലും നെഗറ്റീവ്. ഇന്നലെ തന്നെ പറയാണ്, ഞാൻ പറഞ്ഞു 30ലേക്ക് കടന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ കുറേ പേര് കമൻറ്റ് ഇട്ടു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഷാജാന് 33 വയസ്സാണ്. സത്യത്തിൽ അണ്ണന് 34 വയസ്സാണ് ബർത്ത്ഡേ കഴിഞ്ഞത്. ഈ ചെറുക്കന് 34 വയസ്സായതേ ഉള്ളൂ. ഞാൻ കള്ളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ചിലപ്പം അണ്ണന് മുടി പോയി, എനിക്ക് കുറച്ച് തടി വെച്ചു. അല്ലാഹുവേ സത്യമായിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര നടുവേദന. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് വണ്ണം വെച്ചു, അണ്ണൻ മുടി പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രായം ചെറുതാവുമോ അല്ല കൂടുവോ? ഇല്ല. ഞാൻ ജനിച്ചതും ഈ അണ്ണൻ ജനിച്ചതും നമ്മൾ ഈ വീഡിയോ കാണുന്നത് നമ്മുടെ നാട്ടുകാർ കാണത്തില്ലേ? ഇത്രയും ധൈര്യമായിട്ട് ഞാൻ കള്ളം പറയുമോ ഈ അണ്ണന് 33 വയസ്സായിരുന്നെന്ന് കഴിഞ്ഞ വർഷത്തെ വീഡിയോയില്? അതെങ്ങനെ ഞാൻ കള്ളം പറയാൻ പറ്റും? അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ സത്യമാ പറഞ്ഞത്.
സത്യമാ പറഞ്ഞത് 33 വയസ്സായിരുന്നു കഴിഞ്ഞ വർഷത്തെ വീഡിയോ. അപ്പൊ ഇപ്പൊ നെഗറ്റീവ് പറയണമെന്നുള്ളവർ വന്ന് പറയാ ഇവള് കഴിഞ്ഞ വട്ടത്തെ വീഡിയോയിൽ അവന് 33 വയസ്സെന്ന് പറഞ്ഞത്. സത്യം 33 ആയിരുന്നു കഴിഞ്ഞ വർഷം. ഞാൻ സത്യമാ പറഞ്ഞത്. ഞാൻ എന്തേനാ ഞാൻ ഇപ്പൊ വിചാരിക്കുന്നുണ്ട് ഒരു വാശിയാ എന്തൊക്കെ പറയുന്നില്ലയോ സത്യം പറഞ്ഞ. എനിക്ക് ഇച്ചിരി വണ്ണം വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് 45 വയസ്സാവുമോ മുത്തുമണി? എനിക്ക് എന്റെ വയസ്സല്ലേ പറയാൻ പറ്റൂ. എനിക്കറിയത്തില്ല ഈ നെഗറ്റീവ് പറയുന്നവർക്കൊക്കെ ഇതൊക്കെ എങ്ങനെയാ പറ്റുന്ന്. ഒരാൾ പബ്ലിക്കായിട്ട് വന്നിങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പ്രായം പറയുക. ആ പ്രായം എത്ര പേര് നമ്മുടെ കൂടെ പഠിക്കുന്നത് നമ്മുടെ നാട്ടിൽ വന്ന് എഴുതി വെക്കത്തില്ലയോ? ഒന്നും കള്ളം പറയൂ. അതൊന്നും വലിയ കാര്യമൊന്നുമല്ല. നമ്മളെന്തിനാ മൈൻഡ് ചെയ്യുന്നതൊക്കെ? എത്രയോ പേര് അറിയാവുന്ന ആൾക്കാർ, നമ്മളെ പോലും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ നമ്മളെക്കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് നമ്മളെ പന്നലാക്കാൻ ശ്രമിക്കുന്നു. കാരണം എന്തുവാ? ഞങ്ങൾ അവരെയൊക്കെ വിചാരിപ്പം നമ്മൊന്നും ചില ആൾക്കാർക്ക് ഇതൊന്നും കണ്ടിട്ടൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്റെ ഈ ബർത്ത്ഡേക്ക് എനിക്കും അണ്ണന്റെ മനസ്സിൽ ഭയങ്കര ടെൻഷനും കാര്യവും വിഷമമുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറച്ച് കാര്യങ്ങളിൽ ടെൻഷനുണ്ട് ചില കാര്യങ്ങളിൽ. പക്ഷെ അത് വന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമ്മുടെ സന്തോഷകരമായ നിമിഷങ്ങളാണ് കാണിക്കേണ്ടത്. നമ്മൾ അറിയാതെ നമ്മുടെ വിഷമം പറഞ്ഞ ഉടനെ ഓടി വരും. അതിനെപ്പറ്റി കുത്തി എന്തെങ്കിലും നെഗറ്റീവ് പറയാനുണ്ട്. സ്ഥിരമായിട്ട് ഒരു നെഗറ്റീവ് ഇടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അണ്ണ അതൊക്കെ നോക്കുക കേട്ടോ. അത് എന്താ സംഭവം എന്ന് വെച്ചാൽ അത് നമുക്കറിയാവുന്ന ആൾക്കാർ തന്നെ. അത് കാരണം എന്ന് വെച്ചാൽ വേറെ ഫേക്ക് ഐ ഡിന്ന് വന്ന് കമന്റ് ഇട്ട് ഇവർ വിചാരിക്കുന്നത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പിടിച്ചു കേട്ടോ. നമുക്ക് വിശദമായിട്ട് നമുക്ക് പിന്നെ അത് സംസാരിക്കാം. ഇപ്പം ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളല്ല, അത് കുറച്ചും കൂടെ പിന്നെ എന്ത് ചെയ്യാനാ അല്ല കുറച്ചും കാര്യങ്ങളും കൂടെ ചെയ്തു തീർക്കാനുണ്ട്. എന്നിട്ട് നമുക്കത് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ഞങ്ങൾ ഇടാം. കുറച്ച് ടീമുകൾ ഇതിങ്ങനെ ഉണ്ടോ മനുഷ്യരെന്ന് ഞാൻ ആലോചിക്കുക. എന്ത് ചെയ്യാനാ? അപ്പൊ അത് ഉയർച്ച ഉണ്ടാകുമ്പം സത്യം പറഞ്ഞ ഒരു മനുഷ്യൻ ഉയർച്ച ഉണ്ടാകുന്ന ആ മനുഷ്യൻ എന്തോളം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അറിയോ മുത്തുമണി? ചുമ്മാ ഒന്നും ഒരു പടച്ചോൻ തന്നെ നമ്മള് കാലം നീട്ടിയിരുന്ന വല്ലതും തരുവോ? കഷ്ടപ്പെട്, നിനക്ക് അതിനുള്ള പ്രതിഫലം ഞാൻ തരാന്നാ പറഞ്ഞത്. 4-5 വർഷം കൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ വരെ എത്തിയത്. അല്ലാതെ ചുമ്മാ ഇപ്പൊ യൂട്യൂബിനകത്ത് വീഡിയോ ഇട്ടാലൊന്നും ആരും പെട്ടെന്ന് അങ്ങ് ഉയർച്ചയിൽ എത്തത്തൊന്നുമില്ല. അത്രമാത്രം കഷ്ടപ്പാടുകളും സാമ്പത്തികപരമായിട്ട് ഞാൻ ഒരു ഉദാഹരണം പറയാൻ മുത്തുമണി. എനിക്ക് നമുക്ക് ഒരു പ്രൊമോഷൻ വർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിവിടെ പ്രൊമോഷൻ വർക്കിന്റെ പ്രോഡക്റ്റ് ഒക്കെ എടുത്തു വെച്ചിട്ട് ബുക്കിൽ എഴുതി അതിന്റെ കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കും. അപ്പം നമ്മുടെ നാട്ടിലുള്ളൊരു ഭാര്യയും ഭർത്താവോടെ വന്നപ്പോൾ ആ ഭാര്യ റൂമിലേക്ക് കയറി വന്നപ്പോൾ എൻ്റെ പ്രോഡക്റ്റുകൾ കണ്ടിട്ട് ഇതെല്ലാം ഓസിന് കിട്ടിയതല്ലേ? എന്നാൽ നാളെ തൊട്ട് ഞാനും വീഡിയോ എനിക്ക് ഇതൊക്കെ ഓസിന് കിട്ടും. പക്ഷെ ഞാൻ തിരിച്ച് സംസാരിക്കുന്ന ഒരു സ്വഭാവമല്ല. ഞാൻ ചിരിച്ചോണ്ട് മിണ്ടാതിരുന്നിട്ട് വീഡിയോ ചെയ്യാനുള്ളതാ അക്ക എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങ് പോയി. അപ്പൊ അവരെല്ലാം പോയി. ഞാൻ എന്നിട്ട് ഇറങ്ങിപ്പോയി. അവർക്ക് വെള്ളമൊക്കെ കലക്കി കൊടുത്ത് അവര് ചിപ്സ് ഒക്കെ കൊടുത്ത് കഴിച്ചിട്ട് പോയി. ഞാൻ അണ്ണനോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറയാം വിവരമില്ല, എന്തോ ചെയ്യാനാ. അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് ഓസിന് കിട്ടിയതാ. ഞാനും നാളെ തൊട്ട് വീഡിയോ ചെയ്യുമ്പോ ഓസിന് കിട്ടുമല്ലോ. എനിക്ക് ഓസിന് കിട്ടുന്നത് ഞാനത് ആ വീഡിയോ ചെയ്യുന്നതിന്റെ എങ്ങനെയാണ് അവർ ആ പ്രോഡക്റ്റ് അയച്ചു തന്നത്. ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ്. എനിക്കറിയത്തില്ല എന്താ അങ്ങനെ പറഞ്ഞു. എനിക്ക് എല്ലാം ഓസിന് കിട്ടുന്നു എന്നുള്ളൊരു മൈൻഡാണ്. ചുമ്മാ ഇരിക്കുന്ന ആർക്കാരും ഓസിന് എന്തെങ്കിലും കൊടുക്കുമോ? നമ്മൾ ചുമ്മാ തരുമോ അവര്? നമ്മൾ കഷ്ടപ്പെടുന്നതിനാണ് നമുക്ക് പ്രതിഫലം കിട്ടും. അത് അങ്ങനെ എനിക്കറിയത്തില്ല, ചിലരുടെ മൈൻഡ് ചിന്താഗതി നമ്മളറിയാവുന്ന ആൾക്കാര്, അതായത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത നമ്മൾ വിശ്വസിക്കത്തില്ല ഓരോന്ന് കേട്ടാ. കാരണം നമ്മളൊരു ഉയർച്ചയിലോട്ട് എത്തിയെന്നും പറഞ്ഞ് അസൂയപ്പെട്ട് അതായത് എന്ത് പറയാനാ, അതിനെക്കുറിച്ച് പിന്നെ വിശദീകരിക്കല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ നന്നാവട്ടെ, അതേ ഉള്ളു പറയാൻ. നമ്മളിപ്പോ അത് പറയാൻ നിന്നത് പറയും. അപ്പൊ ഞാനും അണ്ണനും വണ്ണം കുറയ്ക്കാന്ന് വിചാരിക്കും മുത്തുമണി. ഞങ്ങൾ രണ്ടുപേരും വണ്ണം കുറയ്ക്കാന്നുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുവാണ്. ഞങ്ങൾ തിങ്കളാഴ്ച തൊട്ട് നല്ല അടിപൊളിയായിട്ട് ഡയറ്റ് ചെയ്യാൻ പോണേ. ഇന്ന് ഞങ്ങൾ നല്ല കഴിച്ച് തിങ്കളാഴ്ച തൊട്ട് ഞങ്ങൾ ഡയറ്റ് ചെയ്യുന്നതിന്റെ വീഡിയോ ഷോർട്സ് ഇട്ട് തുടങ്ങാം കേട്ടോ. നന്നായിട്ട് വണ്ണം കുറച്ചിട്ടുള്ള കാര്യം. എനിക്ക് വണ്ണം വെച്ചോണ്ടല്ലയോ വന്ന് പറയുന്നത് 45 വയസ്സ് തോന്നിക്കുന്നല്ലേ? വണ്ണം കുറച്ച് സ്ലിം ബ്യൂട്ടി ആവും, പഴയ പോലെ ആവാം എനിക്ക്. അപ്പൊ എന്റെ ബർത്ത്ഡേ വിശേഷമൊക്കെ ഇതൊക്കെയുള്ള ഇനി വൈകിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കറങ്ങാനൊക്കെ പോവാം മുത്തുമണി. ഇതൊക്കെ സത്യം പറഞ്ഞ പൊന്നൂസം കൊണ്ടുവരുന്നത്. 45 വയസ്സായ വീട്ടിൽ കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അന്ന് ഞാൻ ഒരുങ്ങും ഫ്രണ്ട്സ്. അന്ന് ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് കണ്ണെഴുതും ലിപ്സ്റ്റിക് ഇടും എല്ലാം. പിന്നല്ല എത്ര വയസ്സായാലും അവനവന് വേണമെങ്കിൽ അവനവൻ തന്നെ ഉണ്ടാക്കിയേ പറ്റൂ. ആരും കൊണ്ടു തരത്തില്ല അല്ലേ? അപ്പൊ നീ വൈൻഡപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോ നീ ഇത്രയും ചർച്ച ചെയ്ത. അപ്പൊ മുത്തുമണീസ് ലവ് യു സോ മച്ച്. അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാട്ടോ. ബൈ.